ഹായ് ഓൾ, വെൽക്കം ടു ഈഗിൾസ്. നമ്മുടെ കമന്റ്സിൽ കുറേ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് CA ചെയ്യാൻ ഞാൻ ക്യാപ്പബിൾ ആണോ, അല്ലെങ്കിൽ എനിക്ക് CA ചെയ്യാൻ കഴിയോ, എനിക്ക് CA ചെയ്യാൻ മാത്രമുള്ള കഴിവുണ്ടോ എന്നെങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു സംശയം CA എടുക്കാൻ പോകുന്ന പല വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ട് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, CA ആഗ്രഹം വെച്ചിട്ട് CA കാരനാവണം, അല്ലെങ്കിൽ ഒരു CA കാരി ആവണം, നാളെ 4 വർഷം കഴിഞ്ഞിട്ട് ആ പോണത് ഒരു CA കാരിയാണ്, ആ പോണത് CA കാരന്റെ ഉമ്മയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് CA എന്ന് പറഞ്ഞ വാക്കിനോട് അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ, CA കഴിഞ്ഞിട്ട് നല്ല സാലറി ഏൺ ചെയ്യുന്ന ആൾക്കാർ, നല്ല പ്രൊഫൈൽ, ഹൈ പ്രൊഫൈലുള്ള ഒരു ജോബ് ആഗ്രഹിക്കുന്ന ആൾക്കാരോടാണ് നിങ്ങൾ എങ്ങനെയാണ് CAക്ക് പറ്റുമോ, നിങ്ങൾക്ക് CA പഠിച്ച് പാസ്സാവാൻ കഴിയോ എന്ന് മനസ്സിലാവാൻ പോകുന്നു എന്നുള്ള കണ്ടന്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത്. അസർ സാറിന്റെ കൺസെപ്റ്റിൽ എന്താണ് ഈ വിദ്യാർത്ഥികളോടുള്ള ഒരു മറുപടി കൊടുക്കാൻ ഉണ്ടാവുക? ഇപ്പൊ നമ്മളെല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് നല്ല ആഗ്രഹം വേണം. നല്ല ആഗ്രഹത്തിന് പുറമെ നമുക്ക് പഠിക്കാനുള്ള ഒരു കഴിവും കൂടെ വേണം. ടിപ്പ് നമ്പർ 1 എന്ന് പറഞ്ഞത് നന്നായിട്ട് ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ദെൻ പഠിക്കാനുള്ള കഴിവ് വേണം, നിർബന്ധമായിട്ടും പഠിക്കാനുള്ള കഴിവ് വേണം. അതാണ് അവർ ചോദിച്ചോണ്ടിരിക്കുന്നത്. ഈ പഠിക്കാനുള്ള കഴിവുണ്ടോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക? അതിപ്പോ നമ്മള് പ്രീവിയസ് ആയിട്ടുള്ള ഇപ്പോ 10th മാർക്ക് ലിസ്റ്റോ അല്ലെങ്കിൽ +2 മാർക്കോ നോക്കിയിട്ടല്ല ഒരിക്കലും കഴിവുണ്ടോ അല്ലെങ്കിൽ റൈറ്റ് പോയിന്റ്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഏറ്റവും പോയിന്റ്. പല വിദ്യാർത്ഥികളുടെയും പല പാരന്റ്സിന്റെയും കൺസെപ്റ്റ് എന്താ വെച്ചാൽ 10ാം ക്ലാസ്സിൽ ഫുൾ A+, +2 ഫുൾ A+ ഉള്ളവർക്ക് മാത്രം പറ്റുന്ന കോഴ്സാണ് ഫുൾ A+ അല്ലെങ്കിൽ നന്നായിട്ട് +2 എന്ന് പഠിക്കാത്ത കുട്ടികൾക്ക് ഇത് പറ്റൂല എന്നാണ്. ഞാൻ 83% +2 ഉണ്ടായിരുന്ന ഒരാളാണ്. ഈവൻ കൊമേഴ്സിന് വരുന്നു. അത് സാറ് ഹ്യൂമാനിറ്റീസ് 69% ഉണ്ടായിട്ട് CA ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, ഈ ഫീൽഡിൽ വരുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളും 80 to 70% കാറ്റഗറിയിലെ ആൾക്കാരാണ്. ബിക്കോസ് ദേ ആർ വെരി പാഷനേറ്റ് ആൻഡ് ആഗ്രഹത്തിന്റെ പീക്ക് ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഇതിനെ ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മാർക്ക് അടിസ്ഥാനത്തിൽ ഒരിക്കലും എന്ത് പറയാൻ കഴിയൂല, നമുക്ക് ക്യാപ്പബിൾ ആണോ അല്ലേ എന്നുള്ളത് പറയാൻ കഴിയൂല. പിന്നെ മാർക്ക് അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ നന്നായിട്ട് പഠിച്ചു, ഇപ്പൊ +2 നന്നായിട്ട് അവര് മാക്സിമം എഫേർട്ട് എടുത്ത് പഠിച്ചു, ദെൻ അവർക്ക് കിട്ടിയ മാർക്ക് അല്ലെങ്കിൽ 50 or 50 കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും ഈ പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്യരുത് എന്നുള്ളതിനാണ് പറയുന്നത്. അതൊരു റെലവന്റ് പോയിന്റ്. അതായത് നല്ലോണം കഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരാൾ 2-3 മാസമൊക്കെ ഒരു എക്സാമിന്റെ ഒരു ദിവസം മുന്നേ അല്ലെങ്കിൽ ആഴ്ച മുന്നേ, ഒരു മാസം മുന്നേ പഠിക്കുന്ന ആൾക്കാരുടെ കാര്യമില്ല പറഞ്ഞ് 2-3 മാസമായിട്ട് കണ്ടിന്യൂസ് ബുക്കും ഇരുന്ന് പഠിക്കുന്ന ആൾക്കാർ, കംപ്ലീറ്റ്ലി പഠനവുമായി ബന്ധപ്പെട്ട് മാത്രം പോകുന്ന ആൾക്കാർ, ഇപ്പൊ വീട്ടിലിരിക്കുന്ന പാരന്റ്സിനും അറിയാം, കുട്ടികൾക്കും അറിയാം, നിങ്ങൾ എക്സാമിന്റെ ഒരു 3 മാസം മുൻപ് തന്നെ നല്ലോണം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കുന്ന ഒരാളാണ്. എന്നിട്ടും നിങ്ങൾക്ക് എക്സാമിൽ മാർക്ക് സ്കോർ ചെയ്യുന്നില്ലെങ്കിൽ ഒരു പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യും, നമ്മളെ പേഴ്സണലി മാത്രം അഭിപ്രായമാണ്, ഇത് മാറാം. ഒരു ബുക്കിന്റെ കവർ നോക്കിയിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന പോലെ ഒരിക്കലും നമുക്ക് ഇതൊന്നും ജഡ്ജ് ചെയ്യാനോ പറയാനോ കഴിയില്ല, ഒരു ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലും. പക്ഷെ ഒരു ഒപ്പീനിയൻ കൊടുക്കുകയാണെങ്കിൽ, ഞങ്ങൾ പേഴ്സണൽ ഒപ്പീനിയൻ കൊടുക്കുകയാണെങ്കിൽ, എക്സാമിനോട് ഒരു 3 മാസം മുൻപ് തന്നെ കഷ്ടപ്പാട് നല്ലോണം ഇരുന്ന് 10-12 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചിട്ടും ഒരു മാർക്കും +2-ലും 10ാം ക്ലാസ്സിലും ഒക്കെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, CAക്ക് വരണ്ടെന്ന് നമ്മൾ പറയുള്ളൂ. വേറെ എന്തെങ്കിലും കോഴ്സ്, അതും പേഴ്സണൽ ഒപ്പീനിയൻ റിപ്പീറ്റ് ചെയ്ത് പറയണേ. പിന്നെ അമ്മമാരും അച്ഛന്മാരൊക്കെ പറയലുണ്ട്, അവൻ ഇരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത്. മീൻസ് അവർ ഇരിക്കാത്തതുകൊണ്ടായിരിക്കും +2 അല്ലെങ്കിൽ 10 മാർക്ക് കുറഞ്ഞിട്ടുണ്ടാവുക. ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമെന്ന് നമ്മുടെ പാരന്റ്സിനൊക്കെ നല്ല ഉറപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് ചെയ്യാം, CA എന്നുള്ള കോഴ്സ് സെലക്ട് ചെയ്യുക. കാരണം ഇരുന്ന് അവർക്ക് എന്താണ്, നമ്മൾ ഒരു എഫേർട്ട് ഇട്ടിട്ട് അതിന്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, CA അല്ലെങ്കിൽ CMA പോലുള്ള കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യാന്നുള്ളത്. അതായത് എക്സാമിനോട് അനുബന്ധിച്ച് ഒരു ലാസ്റ്റ് 1 മന്തിൽ തന്നെ നല്ലപോലെ വൃത്തിക്ക് ഇരുന്നിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ യു ആർ എലിജിബിൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം CAക്ക് വരുന്ന സമയത്ത് +2 കാലഘട്ടം വരെ നിങ്ങൾ കളിക്കുന്ന പ്രായമാണ്, നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഫുൾ ടൈം പിന്നാലെ നടക്കുന്ന ഒരു പ്രായമല്ല. പക്ഷെ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഗോയിങ് ടു ബി എ പ്രൊഫഷണൽ കോഴ്സ്. അപ്പൊ അതിന്റേതായ മൈൻഡ് സെറ്റ് മാറും, നിങ്ങൾ പോകുന്ന പ്ലേസ് മാറണം, നിങ്ങൾ പഠിപ്പിക്കാനുള്ള ആൾക്കാർ വേണം, നിങ്ങളെ സപ്പോർട്ട് വേണം. അവിടെയാണ് നമ്മൾ ഈഗിൾസിന്റെ ഒരു ഇത് വരുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ക്യാപ്പബിൾ ആണോ എന്നുള്ള ചോദ്യത്തിന് ഫൈനലി നമുക്ക് ആൻസർ പറയാൻ പറ്റുക, നിങ്ങൾക്ക് ആഗ്രഹം വേണം, അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ വരുന്നുണ്ട്, പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യു ആർ എലിജിബിൾ. പിന്നെ ഇതിനെങ്ങനെ പാസ്സാക്കുന്നത്, ഈഗിൾസ് പോലുള്ള റെസിഡൻഷ്യൽ ക്യാമ്പസിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഫുൾ ടൈം ഇരുത്തി പഠിപ്പിക്കും. നിങ്ങളെ ഡിസ്ട്രാക്ഷൻസ് ആയിട്ടുള്ള മൊബൈല്, ഫിലിം, ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകുന്നത്, കളിക്കുന്നത്, പാർട്ടീസ്, ഇതൊക്കെ മൈൻഡിൽ നിന്ന് കംപ്ലീറ്റ്ലി എടുത്തു മാറ്റി 100% നിങ്ങളെ 1 മാസം മുമ്പ് എക്സാമിൽ ഇരുന്ന് ഞങ്ങൾ ഒരു 3 മാസം 6 മാസമൊക്കെ ഇരുത്തും ഞങ്ങള്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, അതിന്റെ കൂടെ സപ്പോർട്ടീവ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു 19-20% റിസൾട്ട് ഉണ്ടാകുമ്പോൾ ഈഗിൾസിലെ റിസൾട്ട് എത്രയാ, 70-80% റിസൾട്ട് ആണ് ഈഗിൾസിൽ ഉണ്ടാവുന്നത്. അത്രയും പേര് പാസ്സാവുന്നു. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് എങ്ങനെ ഒരു കോച്ചിങ് കൊടുക്കണോണ്ടാ. അപ്പോൾ നിങ്ങളെ ഫൈനലി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ക്യാപ്പബിൾ ആണോ എന്നുള്ളതിന് നമുക്ക് എന്ത് പറയാം, ഇത്തരത്തില് ആൻസർ പറയാം. നമ്മൾ ഇങ്ങനെയെല്ലാം പറയുമ്പോൾ നമുക്ക് ആദ്യം ഈ CA എന്നുള്ള കോഴ്സിന്റെ സ്ട്രക്ചർ മനസ്സിലാവണം. അതായത് ഇതിപ്പോ നമുക്ക് 5 വർഷം കൊണ്ട് പാസ്സാവാനുള്ള ഒരു പോസിബിലിറ്റി ആണ് ഉള്ളത്. ആ പോസിബിലിറ്റി നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു +2 കഴിഞ്ഞൊരു കുട്ടിക്ക്, ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിക്ക് പെട്ടെന്ന് സെറ്റിൽ ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരു 5 വർഷം കൊണ്ട് നമുക്ക് പോസിബിലിറ്റി ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിൽ
അച്ചീവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് ഈഗിൾസിൽ പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങളുടെ ടൈമാണ്. ഇപ്പൊ നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞു, നിങ്ങൾ എല്ലാവരും കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങളെ തീരുമാനങ്ങളും നിങ്ങളെ ഡിസിഷൻസും ഒക്കെ കറക്റ്റ് ആയി മാറട്ടെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഈവൻ ഈഗിൾസിൽ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, സാർ ഞങ്ങൾ ഇത് ചെയ്യുന്നത് ശരിയാണോ എന്ന് പോലും ചോദിക്കാനുള്ള അധികാരം ഞങ്ങൾ എല്ലാവർക്കും തന്നിട്ടുണ്ട്. ആ ഫ്രീഡം നിങ്ങൾക്കുണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, എന്ത് ഡൗട്ടുകളും സംസാരിക്കാം. നിങ്ങളെ റൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എത്തിക്കാൻ, നിങ്ങളെ CA കാരിയാക്കി മാറ്റുക, അല്ലെങ്കിൽ CA കാരനാക്കി മാറ്റുക, അല്ലെങ്കിൽ മറ്റു പ്രൊഫഷണൽ കോഴ്സുകൾ എത്തിക്കാൻ ഞങ്ങളെ കൊണ്ട് പരിശ്രമിക്കാവുന്ന മാക്സിമം സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, മറ്റു ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.